നമ്മളിപ്പോ കുറച്ച് ഗെയിംസ് ഒക്കെ കളിച്ചല്ലോ. അപ്പൊ റോഷൻ എങ്ങനെയാണ് സ്പോർട്സിൽ ഭയങ്കര താല്പര്യമുള്ള ഒരാളാണെന്ന് കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ്, ഏതൊക്കെ ഗെയിംസ് ആണ്? എനിക്ക് എല്ലാം ചെയ്യും, പക്ഷെ ഏറ്റവും കൂടുതൽ ക്രിക്കറ്റാണ്. കാരണം ഞാൻ ചെറുപ്പം മുതലേ ക്രിക്കറ്റ് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. കാണുക മാത്രമല്ല കളിക്കുകയും ചെയ്യും. കൊറോണക്ക് മുന്നേ എവിടെയൊക്കെ ഇന്ത്യയുടെ മാച്ച് ഉണ്ടെങ്കിൽ അവിടെയൊക്കെ പോയി മാച്ച് കാണുമായിരുന്നു. ക്രിക്കറ്റിനോട് ഭയങ്കര ഒരു ക്രേസ് ആണ്. വിരാട് കോഹ്ലിയുടെ ഒരു ചായ ഉണ്ടോ? അത് ആരൊക്കെ പറയുന്നത് ഇല്ലേ? പറയുമ്പോ എനിക്ക് ആ കണ്ണാടി ഒന്നോട് ഒരിക്കൽ നോക്കട്ടെ. എന്നെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത് ശരിയാണല്ലേ? എവിടെയോ ഒരു വിരാട് കോഹ്ലിയുടെ ഒരു ചായ. അല്ല, അത് ബേസിക്കലി അത് പറയാനുള്ള റീസൺ ഞാനും ഒരു മാച്ച് കാണാൻ പോയപ്പോ വിരാട് കോഹ്ലിയുടെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് ആൾക്കാർ പറയാൻ തുടങ്ങിയത്. മെറീനയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ മെറീനയുടെ ഈ മുടിയുടെ ഒരു സ്റ്റൈല് അതൊരു യുണീക് സ്റ്റൈൽ ആണല്ലോ. ഈ ഹെയർ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു? അതൊരു പോയിന്റ്. കുളിക്കത്തില്ല ഞാൻ പറഞ്ഞേ, നാട്ടുകാരനായതുകൊണ്ടുള്ള പ്രത്യേക നാട്ടുകാരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരെല്ലാ രഹസ്യങ്ങളും ചൂഴ്ന്നെടുത്ത് പറഞ്ഞു കളയും. പക്ഷെ ബേസിക്കലി ഞാൻ ഡെയിലി കുളിക്കും, ഓയിൽ ചെയ്യും. ശ്രദ്ധിക്കുക, മെറീന മൈക്കിൾ ഡെയിലി കുളിക്കും. പിന്നെ ഡെയിലി ഓയിൽ ചെയ്യും. വെരി ഇമ്പോർട്ടന്റ്. ഷാംപൂ കണ്ടീഷണർ ഉപയോഗിക്കും. പിന്നെ അത് കഴുകി കളഞ്ഞിട്ട് ഒരു ലിവിൻ കണ്ടീഷണർ എന്ന് പറയും, മോയിസ്ചറൈസർ അതിട്ടിട്ട് ചുമ്മാ നടക്കും. അതാണ് ചുമ്മാ വെറുതെ ഒന്നും ചെയ്യാതെ ചുമ്മാ നടക്കും. റോഷന്റെ എങ്ങനെയാണ് കുക്കിംഗ് അല്ലെങ്കിൽ ഭക്ഷണം ആ രീതികളൊക്കെ? ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണോ? ഡയറ്റ് ഞാനിപ്പോ കല്യാണത്തിന് ശേഷം ഈ പറഞ്ഞ അത് നീ അറിഞ്ഞില്ലേ? ഇല്ല. പോയാലോ? എന്റെ തകർക്കാനായിട്ടാണ് ഞാൻ ഓരോ ഗസ്റ്റുകളെ ഇവിടെ വിളിക്കും. ഒരു 5 മിനിറ്റ് കഴിയുമ്പോ അവര് പറയും ഞങ്ങൾ കല്യാണം കഴിച്ചത്. പിന്നെ ഞാൻ എന്തിനാണ് ഈ പട്ടുസാരിയെ കൊടുത്ത് ഇവിടെ വന്നിരിക്കുന്നത്? പക്ഷെ ഞാൻ സാരല്ല, പോട്ടെ, ഇതൊക്കെ ജീവിതത്തിൽ ഉണ്ടാവും. വളയൊക്കെ ഇനി എന്ത് ചെയ്യും? പച്ചവള. ഓക്കെ, അപ്പൊ എപ്പോ കല്യാണം കഴിഞ്ഞു? ഞാനിപ്പോ കഴിഞ്ഞ ലോക്ക്ഡൌൺ ലാസ്റ്റ് ഓഗസ്റ്റ്. ഓ, അതാണ് ഞങ്ങള് ലോക്ക്ഡൌൺ സമയത്ത് ഞങ്ങള് മാനസികമായിട്ട് ടെൻഷനിലായതുകൊണ്ട് സോഷ്യൽ മീഡിയ നോക്കിയില്ല. അപ്പൊ അങ്ങനെ കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്താ പറഞ്ഞു? അത് പറയും. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ പോലെ പണ്ടൊന്നും ഡെയിലി ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരാളായിരുന്നു. ആ ഒരു ബ്രേക്ക് വന്നു. പിന്നെ സ്വാഭാവികമായിട്ട് ജിമ്മൊക്കെ ക്ലോസ് ചെയ്തു. പിന്നെ വീട്ടിലൊക്കെ നമ്മൾ ആദ്യം ആവേശകുമാരായിട്ടൊക്കെ ചെയ്യും. പിന്നീട് അതൊക്കെ മടുക്കും. പിന്നെ കോഴിക്കോടും കൂടെ ആവുമ്പോ എന്തില്ല, ഉമ്മയൊക്കെ നല്ല അടിപൊളി ഫുഡ് ഉണ്ടാക്കും. പിന്നെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് വീണ്ടും ബാക്ക് ടു ട്രാക്ക് ആയിട്ട് പോയിട്ടുണ്ട്. നമ്മൾ ഇത്രയും സിനിമാ വിശേഷങ്ങളും കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ നിങ്ങൾ രണ്ടുപേരും നല്ല നല്ല പേഴ്സ് ആയിട്ട് എനിക്ക് തോന്നി. എനിക്ക് തോന്നുന്നു മെറീനയുടെ ഒരു ഫോട്ടോഷൂട്ട് ആണോ, ഭയങ്കര ഒരു വിവാദമായിരുന്നു. ഒരു ബൈക്കില് ഫോട്ടോഷൂട്ട് ആയിരുന്നു, ഹെൽമെറ്റ് ഇല്ലാതെ പോയിന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. ആഡായിരുന്നു ഒരു ഈ മാസ്ക്, മറ്റേ കൊറോണന്റെ ഫസ്റ്റ് ലോക്ക്ഡൌൺ കഴിഞ്ഞ ഉടനെ മാസ്കിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ആഡായിരുന്നു. ഇപ്പൊ ട്രാവൽ ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ അവര് ലോങ് ഷോട്ടൊക്കെയാ വെച്ചത്. ഞാൻ മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഫസ്റ്റ് കാര്യം. ഞാൻ ബൈക്ക് ഓടിച്ച് വരുമ്പോ ബാക്കിൽ പോലീസിന്റെ വണ്ടി ഉണ്ടായിരുന്നു. പക്ഷെ പോലീസ് പിടിച്ചൊന്നുമില്ല, ഞാൻ അറിയുന്നില്ല, കാരണം ഒരു ലോങ് അല്ലേ വെച്ചാൽ. വന്നപ്പം ഞാനുണ്ട് ഫ്രെയിമില്, ബാക്കിൽ പോലീസ് വണ്ടി. അപ്പൊ ഞാൻ മാസ്ക് വെക്കാതെ മെറീന. എനിക്ക് പിന്നെ സ്വയം ട്രോള് നല്ല ശീലമായതുകൊണ്ട് ഞാൻ അങ്ങനെ എന്തോ ആണ് അതിന് ടാഗ് ഇട്ടത്. അത് തന്നെ. ശരിക്കും ബൈക്കിനോട് ക്രേസ് ഉള്ള ആളാണോ? സത്യം പറഞ്ഞാൽ അല്ല. എനിക്ക് ബൈക്ക് ഞാൻ ഓടിക്കും, ഷൂട്ടിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഓടിക്കുമെന്നല്ലാതെ. ബുള്ളറ്റ് ഓടിക്കോ? ബുള്ളറ്റ് ഓടിക്കും. ആകെ ബുള്ളറ്റ് ഓടിക്കും, അതാണ് അതിന്റെ കോമഡി. നമ്മൾ പറയില്ലേ, ആകെ ട്രെയിനെ ഓടിക്കും എന്ന് പറഞ്ഞ പോലെ ഡയറക്റ്റ് ബുള്ളറ്റ് ഓടിക്കും. ബുള്ളറ്റ് എന്നെയും കൊണ്ട് പോകുന്നുള്ളതാണ് കോൺസെപ്റ്റ്. റോഷൻ എങ്ങനെയാണ് ഈ ബൈക്ക്, കാറ് അല്ലെങ്കിൽ അങ്ങനത്തെ ക്രേസ് ഒക്കെ ഉള്ള? ഡെഫിനറ്റ്ലി കാർ ക്രേസും ബൈക്ക് ക്രേസും ഉള്ള ആളാണ്. റേസിനൊക്കെ പോയിട്ടുണ്ടോ? റേസിന് പോയിട്ടില്ല. സൈക്കിൾ റേസിനൊക്കെ പണ്ട് പോയിട്ടുണ്ട്. കാണാൻ പോയിട്ടുണ്ട്. റേസ് ഓഫ് കോഴ്സ് അതൊക്കെ പോയിട്ടുണ്ട്.